നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ബ്രഞ്ചായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യമേ തന്നെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്വല്പം ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചപ്പാത്തി അല്ലെങ്കിൽ റാപ്പ്, അത് ഏതാണോ അത് നമുക്കൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി വെറ്റാക്കി എടുക്കുക. അത് ഈ ചൂടായി കിടക്കുന്ന ഫ്രൈ പാനിലേക്ക് പതിയെ പ്ലേസ് ചെയ്യുക. അത് ചൂടായി വരുന്ന സമയം കൊണ്ട് 2 ഫ്രീ റേഞ്ച് മുട്ടയെടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ റാപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത സോൾട്ടും പെപ്പറും ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ളത്. ഫ്രൈ പാൻ ചൂടാകുകയും ഈ ചപ്പാത്തി ചൂടാകുകയും അല്ലെങ്കിൽ റാപ്പ് ചൂടാകുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എയർ ബിൽഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് സ്വല്പം പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ ആ എയർ കളയാനായിട്ട് 2 ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം എടുക്കും ഇതൊന്ന് ചൂടായി വരാനായിട്ട്. അത് നമ്മുടെ മുട്ട ഏകദേശം ഒരു 1/4 ഭാഗത്തോളം, അത് തീർത്തും റണ്ണി അല്ലാത്ത ഒരവസ്ഥയിൽ, എന്നാൽ ഒരുപാട് സോളിഡ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് റണ്ണിയായിട്ട് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ പ്രദേശം മുഴുവൻ തെറിക്കും. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള കരിഞ്ഞു പോകാത്ത ചപ്പാത്തി നമുക്ക് മുകളിൽ കിട്ടും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ലെറ്റസ് അതല്ലെങ്കിൽ കാബേജ് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒലീവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, കലമാറ്റ ഒലീവോ അത് ഗ്രീൻ സ്റ്റഫ്ഡ് ഒലീവോ ഏതാണോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്, അതല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്, അത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് വെച്ച് കൊടുത്തതിന് ശേഷം അതോടുകൂടി തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ടൊമാറ്റോയ്, ക്യുക്കുംബർ, ഒനിയന് ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇനി അതല്ല നമുക്കിതിനൂടെ മീറ്റും കൂടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മീറ്റും നമുക്ക് ചെയ്യാം. മീറ്റ് നമുക്കിതിനൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ചീസ് വെച്ച് കൊടുക്കാൻ മറക്കരുത്. അത് ഏത് ചീസ് വേണമല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചീസോ അതോ ടേസ്റ്റ് ചീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോ അതോ മൊർസല്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുമായിട്ടുള്ള ചീസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇനി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഫോൾഡ് ഇറ്റ്, കട്ട് ഇറ്റ്, ഈറ്റ് ഇറ്റ്. ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ചാണ്. എൻജോയ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയുണ്ടെന്നറിയാമല്ലോ, ഏതൊക്കെ എല്ലാം കൂടിയുള്ള എടുക്കാം.
very tasty and very filling. It's may be very good for a breakfast or a brunch. That's nice. I mean, yeah, it's really nice if you're the kind to like, is it like wraps and whatnot? You can taste the egg really well because it's in the wrap, and it's not just a plain old wrap where you only taste the wrap and the Yeah. things that adds a. If you don't like the taste of wraps, then this is good, nice because you can barely even taste the wrap. You taste more of the egg than that. Tastes wonderful Okay. and very cheesy. I like it. Mm-hmm. It's good. Okay. It makes life a lot easier, I'll tell you that. But it'll fall out. No, see, he's smart. You did. You can put it in your mouth. That's I told you. Hands is so much easier to use. Yeah. The carrot got me.